സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ച ആ രോഷം അംഗീകരിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നി. അത് മതിയായ കാരണമുള്ളതാണ് എന്നെനിക്ക് തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിതിനകത്ത് കണ്ടല്ലോ, കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ NCERT ജുഡീഷ്യറിയുടെ സംവിധാനം എന്താണെന്ന് നേരത്തെയും പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ മറ്റ് NCERTയിൽ മാത്രമല്ല മറ്റ് പാഠ പദ്ധതികളിലും അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ, പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ അതിനകത്ത് ജുഡീഷ്യറി ആകെ അഴിമതി നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ജുഡീഷ്യൽ അഴിമതി കൂടെയുണ്ട്, ഇത്രമാത്രം കെട്ടിക്കിടക്കുകയാണ്, അതിൻ്റെ കാര്യക്ഷമതയില്ലായ്മ എന്ന കാര്യം 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടൊരു കാര്യമാണോ എന്നെനിക്ക് തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹർഷ, നമ്മുടെ നാട്ടിൽ ഉള്ള സംവിധാനങ്ങളിൽ ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ട്, ജുഡീഷ്യറിയിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്തുള്ളത്രക്ക് വലിയ അഴിമതി ജുഡീഷ്യറി രംഗത്തുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തില്ലേ? അപ്പോൾ രാഷ്ട്രീയ മേഖലയിലെ അഴിമതി എന്ന് പഠിപ്പിക്കാത്ത ഒരു NCERT എന്തിനാണ് ജുഡീഷ്യറിയിൽ അഴിമതി ഉണ്ട് എന്ന്, അതും 8ാം ക്ലാസ്സിലുള്ള കുട്ടികളോട്, എന്ന് വെച്ചാൽ ഭാവിയിലെ പൗരന്മാരായിട്ട് വരാനുള്ള ആളുകളോട് ജുഡീഷ്യറി കുഴപ്പം നിറഞ്ഞാണെന്ന് പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന സംശയം സ്വാഭാവികമായിട്ട് വരില്ലേ? ഇപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ അഴിമതി എന്ന് വെച്ചാൽ എത്രത്തോളം വലുതാണ് ഹർഷ. അതായത് കോൺഗ്രസിൻ്റെ സർക്കാരുകളുടെ കാലത്തുണ്ടായിരിക്കുന്ന അഴിമതിയെപ്പറ്റി നമുക്ക് ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ സംസ്ഥാനത്തെയും അതാത് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ എത്രയൊക്കെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, കോൺഗ്രസ് ഒന്നും കൂട്ടണ്ട. ഇനി ഇപ്പോൾ ഭരിക്കുന്ന BJPയുടെ കാലത്താണ് ഏറ്റവും വലിയ, എന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന കാലത്ത് ശവപ്പെട്ടി, അതായത് ഓർമ്മയുണ്ടല്ലോ ശവപ്പെട്ടി കുംഭകോണം, അതായത് നമ്മുടെ ധീര ജവാന്മാർ മറ്റു രാജ്യത്തോടുള്ള യുദ്ധത്തിൽ, ശത്രുരാജ്യത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്തോടുള്ള ഒരു യുദ്ധത്തിനകത്ത് വീരമൃത്യു വരിച്ചപ്പോൾ അവരുടെ മൃതശരീരം കൊണ്ടുപോകാനുള്ള ശവപ്പെട്ടിയിൽ കുംഭകോണം നടത്തിയ ആളാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ. ഇത്തരം വലിയ രാഷ്ട്രീയ അഴിമതി നടത്തുന്ന സംഘങ്ങൾ ഇപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികളായിട്ടുണ്ടായിരിക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഇത് ധൈര്യം വെച്ചിട്ട് അവർ ഈ അഴിമതി, ജുഡീഷ്യൽ അഴിമതി എന്ന് വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് വളരെയേറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് ജുഡീഷ്യറിയാണ് സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്യന്തിക അഭയസ്ഥാനം അല്ലേ? എന്ന് മാത്രമല്ല, ജുഡീഷ്യറിയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിച്ച മറ്റു രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊക്കെ ഉണ്ടാകുന്ന ഈ മതപരമായിട്ടുള്ള വിദ്വേഷവും ഹെയ്റ്റും ഒക്കെ, അതിനെതിരായിട്ടുള്ള സമീപനങ്ങൾ, നിലപാടുകൾ വല്ലപ്പോഴുമെങ്കിലും ആണെങ്കിൽ പോലും ഇതിനകത്തുനിന്ന് വരികയാണ്, ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. അപ്പോഴാണ് ജുഡീഷ്യറിയുടെ അടിസ്ഥാനത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് ഇവർ പഠിപ്പിക്കുന്നത് അങ്ങേയറ്റം ദുഷ്ടബുദ്ധിയോടെ ഈ രാഷ്ട്രീയ നേതൃത്വം ചെയ്തതാണ് എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് മാത്രം പറയട്ടെ.